ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്സ് ആയിരുന്നു അല്ലേ, സർക്യൂട്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ ബേസിക്കലി അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്ററുകളെ കുറിച്ചും ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അതിന് മുന്നേ നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി, പവർ കാര്യങ്ങൾ, അതിൻ്റെ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്ററുകളെ കൂടെ പഠിക്കാം. അതിൻ്റെ കൂടെ 2 സബ് ടോപ്പിക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ നോക്കണേ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിക്കും, ഞാൻ കുറച്ച് ടോപ്പിക്സ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനി അടുത്ത 2-3 ക്ലാസ്സിനുള്ളിൽ എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ സെറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടീസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൾസ് ലോ എന്താണെന്നോ. ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ് ആക്ച്വലി ഇത് പറയുന്നത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ്, നമ്മൾ പവർ, വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ എനർജി എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അതായത് I²RT ഇതാണ് ജൂൾസ് ലോ. ഈ I² എന്ന് പറഞ്ഞാൽ ആരാണ്, പവർ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് ഈസ് പ്രപ്പോർഷണൽ ടു, ചോദിക്കാം, ഹീറ്റ് ഡെവലപ്ഡ് ഈസ് പ്രപ്പോർഷണൽ ടു I². അപ്പോൾ I ഡബിൾ ആവുകയാണെങ്കിൽ ഹീറ്റ് ഡെവലപ്ഡ് വിൽ ബി 4. ഓക്കെ, അപ്പോൾ ജൂൾസ് ലോ ചോദിച്ചാൽ ഇതാണ് സാധനം കേട്ടോ, I²RT. നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് അല്ലെങ്കിൽ എനർജി തന്നെയാണ് നമ്മുടെ എന്ത് ജൂൾസ് ലോ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് എന്ത് ജൂൾസ് ലോ. ഓക്കെ, അപ്പോൾ ജൂൾസ് ലോയിൽ വേറെ കുറേ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഏതിനൊക്കെ ഡിപ്പെൻഡൻസ് ടെമ്പറേച്ചറും ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡ്. ഇപ്പോൾ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മളെ ഹീറ്റ് കൂടുമല്ലോ ഒബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ജൂൾസ് ലോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇതാണ് ഹീറ്റ് ഡെവലപ്ഡ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഹീറ്റ് ഡെവലപ്ഡ് പ്രൊപ്പോർഷണൽ ടു I² എന്നുള്ള ചോദ്യമാണ് കേട്ടോ. ജൂൾസ് ലോൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, I²ന് പ്രപ്പോർഷണലാണ്. അടുത്തത് നമ്മൾ റെസിസ്റ്ററുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്ററുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ, നമുക്ക് DC സർക്യൂട്ടുകൾ അല്ലെങ്കിൽ DC ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇഫ് DC എന്ന് വെച്ചാൽ ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ DCയുടെ സർക്യൂട്ടുകളിൽ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ റെസിസ്റ്ററുകളും കാര്യങ്ങളും. ഓക്കെ, DC സർക്യൂട്ടുകളിൽ വരുന്നതാണ് നമ്മുടെ റെസിസ്റ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിന് മുന്നേ DC നമ്മുടെ ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. ഇഫ് ദ കറണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, അതിനെ നമുക്ക് വിളിക്കാം ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെല്ല് സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. ഓക്കെ, സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ അവിടുന്ന് അല്ലെങ്കിൽ ആ കറണ്ട് സപ്ലൈഡ് ബൈ ദിസ് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ എന്തിനു നമുക്ക് പറയാം, DC എന്ന് പറയാം. ശരിയല്ലേ? കാരണം നമ്മുടെ ബാറ്ററി, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാറ്ററി. ഓക്കെ, ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് സെല്ല്, ഈ കാണിച്ചിരിക്കുന്ന സെല്ല് അല്ലെങ്കിൽ ബാറ്ററി കേട്ടോ. അപ്പം ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്നു, എന്താ സപ്ലൈ ചെയ്യുക, ബാറ്ററി ഡയറക്റ്റ് കറണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ബാറ്ററി അല്ലെങ്കിൽ സെല്ല് സപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്താ, ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ DC കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ DC കറണ്ട് ഒരു ബൾബിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ബൾബ്, അങ്ങനെ കാണിച്ചത് ബൾബാണെന്ന് പറയാം, ബൾബിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബൾബിലേക്ക് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവുമല്ലോ, നമ്മൾ DC കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ റെക്ടാങ്കുലർ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് A, ഇത് B, ഇത് C, ഇത് D ആണെങ്കിൽ നമ്മളെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ABCDA. അതായത് ഇത് ഇവിടെ നിന്ന് പോയി ഇങ്ങനെ പോയി തിരിച്ചിങ്ങോട്ട് തന്നെ, അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കുമായിരുന്നു ശരിക്കും അല്ലേ. പോയിട്ട് തിരിച്ച് റിട്ടേൺ ഒന്നും പോകുന്നൊന്നുമില്ല, ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ ക്ലോസ്ഡ് പാത്തും വേറെ ഡയറക്ഷനിലാണോ പോകുന്നത്, അല്ല, ഇറ്റ് ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ ഓൺലി. ഒരേ ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ.
അങ്ങനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, ഈ ടൈപ്പിനെ നമ്മൾ വിളിക്കുക ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അതായത് ഡയറക്റ്റ് എന്ന് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് സ്റ്റഡി ഡി സി ആണ്. ഓക്കെ, ആ സ്റ്റഡി ഡി സി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്താണ്, കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്. ക്ലിയർ? ആ മാഗ്നിറ്റ്യൂഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ക്ലോസ് പാത്തിൽ എങ്ങനെ പോകുന്നതിനാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡി സി സർക്യൂട്ട് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു ഡി സി സർക്യൂട്ട് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡി സി സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡി സി കറണ്ട് പഠിച്ചു അല്ലേ. ഡി സി സർക്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഡി സി സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് കറണ്ട് ഫോളോ ചെയ്യുന്ന ആ ക്ലോസ്ഡ് പാത്തിനെയാണെന്ന് പറയുന്നത് ഡി സി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡി സി സർക്യൂട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡി സി സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് ദ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ദ ഡയറക്റ്റ് കറണ്ട്. ഈ ഡി സി ഫോളോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഡി സി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി സി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സോഴ്സ് ഉണ്ടാവും. ഇതാ സോഴ്സ്, ഇതിനാണ് സോഴ്സ് അല്ലെങ്കിൽ സെല്ല് എന്ന്. സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനം. അപ്പം സോഴ്സ് ഓഫ് ഇവിടെ കൊടുക്കുന്ന സാധനം ഡയറക്റ്റ് വോൾട്ടേജ്, ഡി സി വോൾട്ടേജ് ആണ്. അതായത് ഇവിടുത്തെ സോഴ്സ് നമ്മളുടെ എക്സാമ്പിൾ ആരാണ്, ബാറ്ററിയാണ് അല്ലേ. അപ്പം ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഒരു ബാറ്ററി ആവാം, എന്തും ആവാം. അപ്പോൾ ഡി സി സർക്യൂട്ടിലെ നമ്മൾ കൊടുക്കുന്നത് സോഴ്സാണ്. ഇപ്പോൾ എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സിൽ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ബൾബ് ആവാം, ഇവിടെ എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ കണ്ടക്ടിങ് വഴി ഇങ്ങനെ പോകും. അപ്പം ഡി സി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ രണ്ട് ടെർമിനൽ കാണുന്നുണ്ടല്ലോ, പ്ലസ്സും മൈനസും കാണുന്നുണ്ട്. ഇത് പ്ലസ് ആണ്, ഇത് പോസിറ്റീവ് ഡിനോട്ട് ചെയ്യുന്നത്, മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ്, ഇത് മൈനസ്. അപ്പോൾ ഡി സി കറണ്ട് ഫ്ലോ സ്റ്റാർട്ട്സ് ഫ്രം യുവർ പോസിറ്റീവ് ടെർമിനൽ. ബാറ്ററീൻ്റെ ഇത് ബാറ്ററി, ഈ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനൽ നിന്ന് സ്റ്റാർട്ടായി ഇങ്ങനെ പോയി ആൻഡ് കംസ് ബാക്ക് ടു ദ സ്റ്റാർട്ട് അല്ലേ, തിരിച്ച സ്റ്റാർട്ടിങ് പോയിന്റിലേക്കിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ ലോഡോ ബൾബോ, ഇതിൻ്റെ ലോഡെന്നോ അല്ലെങ്കിൽ ബൾബെന്നോ ലോഡാവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ക്ലോസ് പാത്താണ് ഈ പറഞ്ഞ ABCD. ഓക്കെ, അപ്പം അതാണ് എൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവെൻഷണൽ കറണ്ടിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത് കൺവെൻഷണൽ കറണ്ടിന്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഇപ്പം ബൾബ് ആവാം, എന്താവാം, നമുക്ക് എന്തെങ്കിലും ഒരു ലോഡ് വെച്ചാൽ മതി. ഈ ലോഡ് നമ്മൾ കോമൺലി അല്ലെങ്കിൽ നമ്മുടെ ഡി സി സർക്യൂട്ടിലെ നമ്മുടെ ഇപ്പോൾ അതാണ് റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ്. ഈ ഡി സി സർക്യൂട്ടിൽ നമ്മുടെ ലോഡിലാണ് ഈ ലോഡിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ ലോഡ് ഉണ്ടാവും, ഈ ബൾബിന് പകരം ഇവിടെ ലോഡാന്ന് വിചാരിക്കും. ഓക്കെ, ഈ ലോഡിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് പറഞ്ഞു. ഒരു ഡി സി സർക്യൂട്ടിൽ ഈ ലോഡ് അല്ലെങ്കിൽ നമ്മുടെ ഡി സി സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് ഈസ് യൂഷ്വലി അതെന്തായിരിക്കും, അതൊരു റെസിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ക്ലിയർ? അപ്പം ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഡി സി സർക്യൂട്ടിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റുകളെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ബാക്കിയുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? പാസീവ് എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയണം അല്ലേ. പാസീവ് എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാലാണ് ആര്, RLC. അപ്പോൾ ഈ പാസീവ് എലമെൻറ്റുകളിൽ ഏതാണ് ഡി സിയിലെ പാസ് ചെയ്യുന്നത് വെച്ചാൽ റെസിസ്റ്ററാണ് പാസ് ചെയ്യുന്നത്. ഈ എലമെൻറ്റുകൾ അതായത് എല്ലും സിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ ഏത് സർക്യൂട്ടുകളിൽ മാത്രമേ ഉള്ളൂ? AC സർക്യൂട്ടുകളിൽ മാത്രമേ ഉള്ളൂ. ഏതിലില്ല? ഡി സിയിലില്ല. അപ്പോൾ ഡി സിയിൽ കറണ്ട് ഫ്ലോന് വേണ്ടിയിട്ട് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലോഡെന്ന് ഞാൻ വിശേഷിക്കുമ്പോൾ അത് എന്തായിരിക്കും, അവിടെ റെസിസ്റ്റർ ആയിരിക്കും എന്നുള്ള പോയിന്റ് ഓർക്കുക അല്ലേ. ഈ റെസിസ്റ്ററുകളെ തന്നെ നമുക്ക് പല ടൈപ്പിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി. ഓക്കെ, അല്ല ഇപ്പോൾ ആക്റ്റീവ് പറഞ്ഞപ്പോൾ പാസീവ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ആക്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ആക്റ്റീവ് എലമെൻറ്റുകൾ എന്ന് പറയുന്നതാണ് നമ്മളെ എനർജി സോഴ്സുകൾ. അതായത് നമ്മൾ ഈ സെല്ല്, ഈ ബാറ്ററി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനർജി സോഴ്സുകൾ. ഓക്കെ, അപ്പോൾ എനർജി സോഴ്സുകൾ എന്തും ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്, ആക്റ്റീവ് എലമെൻറ്റുകളാണ്. ആക്റ്റീവ് എലമെൻറ്റുകളാണ് എനർജീനെ സപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ദിസ് ആക്റ്റീവ് എലമെൻറ്റ് സപ്ലൈസ് എനർജി അല്ലേ. നമ്മളിവിടെ കണ്ടില്ലേ, ഇവിടെ ബാറ്ററി അല്ലെങ്കിൽ EMF സെല്ലാണ് എനർജീനെ സപ്ലൈ ചെയ്യുന്നത്. പാസീവ് എലമെൻറ്റുകൾ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? പാസീവ് എലമെൻറ്റ് റിസീവ്സ് എനർജി. ഈ പാസീവ് എലമെൻറ്റുകളാണ് എനർജിയെ റിസീവ് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ടാണ് അതിന് പാസീവ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എനർജിയെ സപ്ലൈ ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് അതിനെ ആക്റ്റീവ് എലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് പാസീവ് എലമെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഡി സിയിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പോയിൻ്റാണ് പഠിക്കേണ്ടത്.
ക്ലിയർ? അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസുകളുടെ പല ടൈപ്പ് കണക്ഷനുകളിലേക്ക് പോവാം. അപ്പോൾ റെസിസ്റ്റൻസുകൾ ലോഡായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ കണക്ഷനുകൾ എങ്ങനെയൊക്കെ ആവാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ കണക്ഷനുകൾ എങ്ങനെയൊക്കെ ആവാം? സീരീസ് ആവാം, അല്ലെങ്കിൽ പാരലൽ ആവാം, അല്ലെങ്കിൽ സീരീസ് പാരലൽ ആവാം. എങ്ങനെ വേണമെങ്കിലും കണക്ഷനുകളെ നമുക്ക് നടത്താം അല്ലേ? റെസിസ്റ്ററുകൾ ഈ 3 ടൈപ്പിൽ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഓരോ കണക്ഷനുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നോക്കുവാണ്. അതിലാദ്യത്താണ് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിന് മുന്നേ റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷൻ എന്താണ് അല്ലേ? അപ്പോൾ സീരീസ് കണക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ കുറേ എലമെൻറ്റ്സ്, an arrangement of elements so that they all carry, ഇവിടെ എല്ലാം ക്യാരി ചെയ്യുന്നത് they all carry the same എന്താണ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. they all carry same current. അപ്പോൾ സീരീസ് സർക്യൂട്ടുകളിൽ എല്ലാ എലമെൻറ്റുകളും ക്യാരി ചെയ്യുന്നത് ഒരേ കറൻ്റാണ്. അതായത് സീരീസ് സർക്യൂട്ടിൽ എന്ത് സെയിമാണ്? കറണ്ട് സെയിമാണ്. ക്ലിയർ? ഇനി അടുത്തത് പാരലൽ കണക്ഷൻ എന്താണ്? പാരലൽ കണക്ഷൻ എന്ന് വെച്ചാൽ സെയിം ആസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് സോ ദാറ്റ് all carry എ പോർഷൻ ഓഫ് ടോട്ടൽ കറണ്ട്. അതായത് മൊത്തം കറണ്ടിൻ്റെ ഒരു പോർഷൻ മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. മൊത്തം കറണ്ടിനെ ആ എലമെൻറ്റുകൾ, ഇപ്പോൾ വരുമ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ ആ എലമെൻറ്റ് ഫുള്ളായിട്ട് ആ കറണ്ടിനെ ക്യാരി ചെയ്യുന്നില്ല. ആ എലമെൻറ്റിലെ ഒരു പോർഷൻ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഐ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഐ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ആക്കി പോകുന്നുള്ള കൺസെപ്റ്റാണ്. മൊത്തം കറണ്ട്, ഇവിടെ ടോട്ടൽ കറണ്ടിൻ്റെ പോർഷൻ മാത്രമേ ഓരോ എലമെൻറ്റുകളും എടുക്കുന്നുള്ളൂ. ഇവിടെ ഓരോ എലമെൻറ്റുകളും ആ ഫുൾ കറണ്ട് തന്നെ എടുക്കുന്നുണ്ട്. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ പാരലൽ സർക്യൂട്ടിൽ എന്ത് സെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലൽ സർക്യൂട്ടുകളിൽ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ കറണ്ടുകൾ ഓരോ പോർഷനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. ഇവിടെ സീരീസ് കണക്ഷനിൽ എന്ത് സെയിം ആണ്? നമ്മുടെ കറണ്ടുകൾ എന്താണ്? സെയിം ആണ്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. ക്ലിയർ? ഇനി എങ്ങനെയാണ് റെസിസ്റ്ററിൽ എങ്ങനെയാണ് ഒരു സീരീസ് വരുന്നത്, ഒരു പാരലൽ വരുന്നത് എന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു R1, ഇവിടെ ഒരു R2, ഇവിടെ ഒരു R3, ഇവിടെ ഒരു 3 റെസിസ്റ്ററുകൾ R1, R2, R3. ഓക്കെ, എന്നിട്ട് നമ്മളൊരു സെല്ല് വെച്ച് എന്ത് ചെയ്യുവാണ്? ഇതിനെ കണക്ട് ചെയ്യുവാണ്. സെല്ല് വെച്ച് കണക്ട് ചെയ്യുവാണ്. ഇതാണ് ഇ, ഇത് എയും ഇതെന്താണ് ബിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ ഈ സീരീസിൽ എന്ത് സെയിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? കറണ്ട് എന്താണ്? സെയിമാണ്. അതായത് ഒരേ കറണ്ട്, ഈ കറണ്ട് ഐ തന്നെയാണ് ഏതിലേക്ക് ഫ്ലോ ചെയ്യുന്നത്? ഈ R1 ഫ്ലോ ചെയ്യുന്നത്, ഈ R2 ഫ്ലോ ചെയ്യുന്നത്, ഈ R3 ഫ്ലോ ചെയ്യുന്നത്. ശരി, അതായത് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരു പാത്തേ ഉള്ളൂ. അതാണ് കൺസെപ്റ്റ്. ദർ ഈസ് ഓൺലി വൺ പാത്ത് ഫോർ ദ കറണ്ട് ടു ഫ്ലോ. ഈ ഒരു പാത്ത് മാത്രമേ ഈ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഈ ഒരു പാത്തിലാണ് കറണ്ട് തിരിച്ചു വരുന്നു, പിന്നെ അങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ കറണ്ടിന് ഒരു പാത്ത് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ, വേറെ വേറെ പാത്തിൽ പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ റെസിസ്റ്റർ, ഇപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് പോയിക്കഴിഞ്ഞാൽ ഇവിടെയും ഐ തന്നെയാണ് വരിക, ഇവിടെയും ഐ തന്നെയാണ് വരിക, ഇവിടെയും ഐ തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ ഈ കറണ്ട് ഈ റെസിസ്റ്ററിൽ ഉണ്ടാക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഈ കറണ്ട് ഈ റെസിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് I/R ആണല്ലോ വോൾട്ടേജ്, അതിനെ ഞാൻ V1 എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ കറണ്ട് തന്നെയാണല്ലോ ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. ഈ കറണ്ട് ഈ റെസിസ്റ്റൻസിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രോപ്പിനെ ഞാൻ V2 എന്ന് വിളിക്കുന്നു. ഡ്രോപ്പ് അല്ലെങ്കിൽ അത് വോൾട്ടേജ് സ്പ്ലിറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇനി ഈ കറണ്ട് ഈ റെസിസ്റ്ററിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ V3 എന്നിട്ട് വിളിക്കുന്നു. അപ്പോൾ അത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? അതായത് I/R1 എന്ന് പറഞ്ഞാൽ അത് ഏതിനെ വോൾട്ടേജ് ഈ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി I/R2 എന്ന് പറയുന്നത് ഈ V2നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ I/R3 എന്ന് പറയുന്നത് V3യെ എന്ത് ചെയ്യുന്നു? റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇവിടെ V ആണെന്ന് ഞാൻ എടുക്കുന്നതെങ്കിൽ EMF V എടുക്കുക. V എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഇറ്റ് വിൽ ബി V1 പ്ലസ് V2 പ്ലസ് V3. ക്ലിയർ അല്ലേ? അതായത് ഈ V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് V ആണ്. അപ്പോൾ ഈ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റെസിസ്റ്ററുകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ആ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ RT എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഈ വോൾട്ടേജിന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് എന്താണ്? ഈ കറണ്ട് നമ്മൾ കറണ്ട് ഇൻറ്റു RT ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു V1 പകരം നമുക്ക് എന്ത് ചെയ്താം? I/R1. V2 പകരം എന്ത് ചെയ്താം? I/R2. V3 പകരം എന്ത് ചെയ്താം? I/R3. ശരിയല്ലേ? ഇനി നിങ്ങൾ എടുക്കൂ, ഇതിൻ്റെ അകത്ത് I കോമൺ എടുക്കൂ, എല്ലാത്തിലും I ഇല്ല. അപ്പോൾ I/R1 പ്ലസ് R2 പ്ലസ് R3. ഇവിടെയും ഉണ്ട് I/RT ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ I ഈ രണ്ട് സ്ഥലത്തും കോമൺ ആണ്. അപ്പോൾ ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വിളിക്കും? RT ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? R1 പ്ലസ് R2 പ്ലസ് R3. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് 3 റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് സർക്യൂട്ടിലാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളുടെ സം ആയിരിക്കും നമ്മളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അപ്പം ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി V/R ടോട്ടൽ. V/R ടോട്ടൽ. ക്ലിയർ ആയോ? ഇതാണ് ഇതിൻ്റെ പ്രൂഫും ഇതിൻ്റെ പരിപാടിയും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ പവറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ? പവറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ എല്ലാ ടേമിനെയും ഡിവൈഡഡ് ബൈ V² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ RT/V², അതുപോലെ R1/V², അതുപോലെ R2/V², അതുപോലെ R3/V² ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ടേമുകളെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? വോൾട്ടേജ് സ്ക്വയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിവൈഡ് ചെയ്യുവാണ് അല്ലേ? അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം P എന്ന് പറഞ്ഞാൽ എന്താ? V²/R ആണ് അല്ലേ? ഇത് നേരെ തിരിച്ചാണ്, R/V² ആണ്. അതായത് R/V² എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 1/P ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് പറയാം 1/PT ടോട്ടൽ പവറിൽ ഇത് ഇസ് ഈക്വൽ ടു 1/P1 പ്ലസ് 1/P2 പ്ലസ് 1/P3. ഇങ്ങനെയും പവറിനെ സീരീസിൽ എഴുതാം. സീരീസിലെ പവർ എഴുതുമ്പോൾ ഇങ്ങനെ, റെസിസ്റ്റൻസ് സീരീസിൽ എഴുതുമ്പോൾ ഇങ്ങനെ. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റുകൾ ഓർക്കുക. ഈ പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സീരീസ് സർക്യൂട്ട്. ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ്. ഓക്കെ, ഈ പവറുകൾ ഏതൊക്കെ? P1, P2, P3 എന്ന് പറയുന്ന സാധനങ്ങൾ എന്താണ്? പവർ ഡിസിപ്പേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകൾ. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. ഈ ഓരോ റെസിസ്റ്റർ R1, R2, R3 ഇൻഡിവിജ്വൽ റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ പവറുകളാണ് P1, P2, P3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇത് പലതരത്തിൽ ഇതിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതായത് ഇതിലെങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് വെച്ചാൽ ഇപ്പം 2 ബൾബ് സീരീസിൽ കണക്ട് ചെയ്താൽ പവർ എന്താ സംഭവിക്കുക? 2 ബൾബ് വേറെ കണക്ട് ചെയ്ത് പവർ എങ്ങനെ സംഭവിക്കുക? അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനെയർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ കൺസെപ്റ്റ് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും? പറയും എങ്ങനെയാണത് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റെസിസ്റ്റർ ഇൻ സീരീസിൽ നമ്മൾ ഓർക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു പോയിൻ്റ് വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് പറയാണ്ട് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ.
ഓക്കെ. അപ്പോൾ പാരലലിൽ നമ്മൾ എന്ത് പറയുന്നു, കുറേ റെസിസ്റ്ററുകൾ, എ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടു ബി പാരലൽ ഇഫ്, പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് ഇഫ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ, ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. കാരണം എന്താണ്, കുറേ റെസിസ്റ്ററിന് കറണ്ട് ഫ്ലോന് ഇഷ്ടം പോലെ പാത്തുകളുണ്ട് പാരലൽ സർക്യൂട്ടിൽ. നേരത്തെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒറ്റ പാത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരുപാട് പാത്തുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 3 റെസിസ്റ്ററുകളെ എടുക്കുകയാണ്. 3 റെസിസ്റ്ററുകളെ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ R2, ഇവിടെ R1, ഓക്കെ, and this is connected across a cell, okay, E അല്ലെങ്കിൽ B whatever. അപ്പോൾ ഇതാണ് പോയിൻ്റ് എയും ബിയും. ഇവിടെ നിന്നൊരു കറണ്ട് ഫ്ലോ വരുന്നു. ക്ലിയർ അല്ലേ? നേരത്തെ നമുക്ക് എന്താ സംഭവിച്ചത്, നേരത്തെ ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒറ്റ പാത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ 3 പാത്തുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ശരിയല്ലേ? 3 പാത്തുകളുണ്ട് ഇതിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം ഇതിനെ, ഇവിടെ ഈ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് 3 സ്പ്ലിറ്റായിട്ട് പോവും. ഇങ്ങോട്ടും പോവും. ശരിയല്ലേ? അപ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽ കറണ്ടുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഇത് I1, ഇത് I2, ഇതെന്താണ് I3. ഓക്കെ. ഇതിന് കറസ്പോണ്ടിങ് ആയ റെസിസ്റ്ററുകൾ എന്ത് വിളിക്കാം, R1, R2, R3. ക്ലിയർ? ഇതിലെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് പിന്നെന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ ജംഗ്ഷൻ പോയിന്റിൽ മീറ്റ് ചെയ്ത് പിന്നെന്ത് ചെയ്യുന്നു, ഇത് തിരിച്ച് താഴേക്ക് പോകുന്നു. പിന്നും സൈക്കിൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ഇൻഡിവിജ്വൽ പവറുകളാണ് അവിടെയെല്ലാം വരുന്നത് അല്ലേ? ഇൻഡിവിജ്വൽ പവറുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. നമ്മളിവിടെ ഓരോരോ പവർ, നമ്മൾ ഓരോ വോൾട്ടേജുകൾ എടുത്തെടുത്ത് നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ടോട്ടൽ റെസിസ്റ്ററുകൾ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. ഓക്കെ. അപ്പോൾ ആ വോൾട്ടേജ് റെസിസ്റ്ററുകൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഈ ഓരോ റെസിസ്റ്ററുകളും ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ടാവുമല്ലോ. ശരിയല്ലേ? ഓരോ റെസിസ്റ്ററുകളും ഉണ്ടാക്കുന്ന ഓരോ പവറുണ്ട്. അപ്പോൾ ആ പവറിനനുസൃതമായിട്ടാണ് അത് വരിക. അപ്പോൾ അതായത് നമ്മളിവിടെ ആ പവർ എങ്ങനെ വരിക എന്ന് വെച്ചാൽ, നമ്മളിവിടുത്തെ കറണ്ടിനെ, ടോട്ടൽ കറണ്ടിനെ നമ്മൾ എങ്ങനെ എഴുതി, I1 + I2 + I3. ശരിയാണല്ലോ? നമ്മൾ മൊത്തം കറണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു, 3 സ്പ്ലിറ്റായിട്ട് പോകുന്നു. I1 + I2 + I3 എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V = എന്താണ്, IR ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ Iക്ക് പകരം എന്ത് എഴുതാം, V/R എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ Iക്ക് പകരം V/R ടോട്ടൽ, നമ്മൾ ടോട്ടലാണല്ലോ എടുക്കുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വോൾട്ടേജിന് മാറ്റമുണ്ടോ, ഈ വോൾട്ടേജിന് മാറ്റമുണ്ടോ, ഇല്ലല്ലോ, സെയിം അല്ലേ, സെയിം വോൾട്ടേജ് അല്ലേ. അപ്പോൾ സെയിം വോൾട്ടേജ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലും ഒരേ വോൾട്ടേജാണ് വരിക. ഇവിടെ ഉണ്ടാകുന്ന ഈ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജും ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്, ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഒക്കെ സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഈ I1 ആയാലും ശരി, I2 ആയാലും ശരി, I3 ആയാലും ശരി, എല്ലാത്തിലും എന്താണ്, V/R തന്നെയാണ് വരിക. ശരിയല്ലേ? അപ്പോൾ V/R1 + V/R2 + V/R3. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എല്ലാം വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ V എല്ലാം കട്ട് ചെയ്ത് പോയാൽ ലാസ്റ്റ് ആൻസർ എന്ത് വരും, 1/RT = 1/R1 + 1/R2 + 1/R3. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കണക്ഷൻ കിട്ടുന്നത്. എന്ത്, 1/R1 + 1/R2 + 1/R3 എന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? നേരത്തെ എന്തായിരുന്നു കിട്ടിയത്, RTക്ക് R1 + R2 + R3. ഇവിടെ എന്താണ്, 1/RT = 1/R1 + 1/R2 + 1/R3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് റെസിസ്റ്ററിനാൽ പാരലലിലെ പ്രത്യേകത. ഇനി നേരത്തെ ഇതുപോലെ പവർ നമുക്ക് എഴുതാം.
നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഇതിന് പകരം നമ്മൾ ഇവിടെ എഴുതുന്നത് എന്താ വെച്ചാൽ എല്ലാത്തിനെയും വി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, വി സ്ക്വയർ ബൈ ആർ ടി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ വൺ പ്ലസ് വി സ്ക്വയർ ബൈ ആർ ടു പ്ലസ് വി സ്ക്വയർ ബൈ ആർ ത്രീ. ശരിയല്ലേ? നമുക്കറിയാം പവർ എന്ന് പറയുന്നത് എന്താണ്, വി സ്ക്വയർ ബൈ ആർ ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ പവർ എന്ന് പറയുന്ന വി സ്ക്വയർ ബൈ ആർ ഇവിടെ കറക്റ്റ് അല്ലേ, ഇത് വി സ്ക്വയർ ബൈ ആറിനില്ല. അപ്പോൾ ഈ പവറിനെ നമുക്ക് എന്ന് വിളിക്കാം, ടോട്ടൽ പവർ പി ടി എന്ന് വിളിക്കാം. വി സ്ക്വയർ ബൈ ആർ വണ്ണിലുള്ള പവറിനെയോ പി വൺ എന്ന് വിളിക്കാം, ഇതോ പി ടു എന്ന് വിളിക്കാം, ഇതെന്താണ് പി ത്രീ എന്ന് വിളിക്കാം. അപ്പോൾ പാരലലിൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളുടെയും സമ്മാണ് പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ. അതായത് ടോട്ടൽ പവർ ഡിസിപ്പേറ്ററിനെ പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പി ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത ഈ പി വൺ പി ടു പി ത്രീ മുതലായ പവറുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകൾ. ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, നമ്മളുടെ പി വൺ പി ടു പി ത്രീ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതാണ് ഫുൾ കൺസെപ്റ്റ് ഓഫ് യുവർ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് റെസിസ്റ്ററുകളെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തതിനാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി ഒരു പ്രത്യേകത നിങ്ങളിതിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, നിങ്ങളിവിടെ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 1 2 3 എന്ന് എടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര കിട്ടി, 1 + 2 + 3 എത്ര 6 Ω. അത് നിങ്ങൾക്ക് ഇനി ഇതേ വാല്യൂ നിങ്ങൾ ഇപ്പുറത്തെടുത്ത് നോക്കൂ, പാരലൽ എടുത്ത് നോക്കുമ്പോൾ എന്താ വരിക, യു വിൽ ബി ഗെറ്റിംഗ് 1/RT ഈസ് ഈക്വൽ ടു 1/1 + 1/2 + 1/3. നിങ്ങൾക്ക് എത്ര കിട്ടും, LCM എടുക്കുമ്പോൾ 1 + 1/2 + 1/3 അല്ലേ. അപ്പോൾ 1 + 1/2 + 1/3 3 + 2/6. അപ്പോൾ 1 + 5/6 യു വിൽ ബി ഗെറ്റിംഗ് 11/6 അല്ലേ. 11/6 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1.89, അതായത് 2ന് അടുപ്പിച്ചുള്ളൊരു വാല്യൂ. കാരണം 12 ആണെങ്കിൽ 2 അല്ലേ, അപ്പോൾ 2ന് അടുപ്പിച്ചുള്ളൊരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാരലായിട്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുമ്പോൾ 2ന് അടുപ്പിച്ചുള്ള വാല്യൂ, ഇവിടെ നിങ്ങൾ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 കിട്ടി. അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററുടെ വാല്യൂകൾ കൂടും. ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസിസ്റ്ററുകളുടെ വാല്യൂ എന്ത് ചെയ്യുവാണ്, കുറയുവാണ് ആക്ച്വലി. ശരിയല്ലേ? നിങ്ങളുടെ വാല്യൂ ഓഫ് റെസിസ്റ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യുവാണ്, കുറയുവാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട് അതിൽ. ഓക്കെ, എക്സാമ്പിൾ വേറെ ഒന്ന് പറയാം. എക്സാമ്പിളിന് 1 3 4 എന്നുള്ള 3 വാല്യൂ എന്താ ചെയ്തതിൽ എററുണ്ട്. ഓക്കെ, 1 3 4 എന്നുള്ള 3 റെസിസ്റ്ററുകൾ പാരലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാരലായിട്ട് എടുക്കുമ്പോൾ ഓക്കെ നേരത്തെ ചെയ്തതിൽ എററല്ല. അതെന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നമ്മൾ 1/RT അല്ല എടുക്കേണ്ടത്. 1/RT എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾക്ക് 11/6 കിട്ടിയത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിട്ടുപോയതാട്ടോ, സോറി ഗൈസ്. 1/RT ആണ് 11/6. അപ്പോൾ RT എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിരിച്ച് എഴുതണം. അപ്പോൾ അത് ഒരു 6/11 വരിക. 6/11 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 6/12 എന്ന് നിങ്ങൾ എടുത്തോ. അപ്പോൾ 1/2 0.5ന് അടുപ്പിച്ചിട്ടുള്ളൊരു വാല്യൂ വരിക. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇവിടെ തന്നെ പറയാം. ഇവിടെ നമുക്ക് 0.5 ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 3 റെസിസ്റ്ററുകൾ എടുക്കുവാണ്. ഏതൊക്കെ എടുത്തത്, 1 2 3 എടുത്തത്. നിങ്ങൾക്ക് സീരീസിൽ കിട്ടിയത് എത്രയാണ്, 6 Ω സീരീസിൽ. പാരലലിൽ കിട്ടിയത് എത്രയാണ്, 0.5 Ω ആണ് കിട്ടിയത്. അതായത് നിങ്ങൾ സീരീസിലെടുക്കുമ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. പാരലൽ എടുക്കുമ്പോൾ എന്താ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ, ഇഫ് യുവർ റെസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റേഴ്സ് പാരലലിൽ കാണുവാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ resistance in the parallel circuit is always less than the smallest of the given resistances. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളിലെ സ്മോളസ്റ്റിനെ കാട്ടിയും തന്നിരിക്കുന്ന റെസിസ്റ്ററുകളിൽ സ്മോളസ്റ്റ് റെസിസ്റ്റൻസിനെ കാട്ടിയും ചെറിയ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു തന്നിരുന്നത്. ആ 1നെക്കാട്ടിയും ചെറിയ വാല്യൂ അല്ലേ പാരലലിൽ കിട്ടിയത്. അതാണ് പോയിന്റ്. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ യുവർ 1 Ω.
ക്ലിയർ? അപ്പം ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഓർത്ത് വെക്കേണ്ട പോയിൻ്റ്. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് യുവർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് ഓർക്കണം. നിങ്ങൾ 3 റെസിസ്റ്ററുകളെ 3 4 വാട്ടെവർ എത്ര റെസിസ്റ്റൻസുകളെ നിങ്ങൾ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്ന റെസിസ്റ്റൻസുകളിലെ സ്മോളസ്റ്റ് വാല്യൂയേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ 134 അതാണെന്ന് വിചാരിക്കും. 134 നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. 1/RT is equal to 1 + 1/3 + 1/4. your answer will be 7/12. so answer will be 12 + 7 19/12. അപ്പോൾ 1/RT ആണ്. അപ്പോൾ RT എന്ന് പറഞ്ഞാൽ 12/19 ആണ്. 12/19 എന്ന് പറഞ്ഞാൽ എന്തായാലും ലെസ് ദാൻ 1 ആണല്ലോ, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഒന്ന് കണ്ടില്ലേ, എന്താ സ്മോളസ്റ്റ് വാല്യൂയേക്കാൾ ചെറിയ വാല്യൂ ആണ് നിങ്ങൾക്ക് പാരലൽ എപ്പോഴും കിട്ടുക. ക്ലിയർ? അപ്പോൾ എത്ര വാല്യൂ തന്നോ അങ്ങനെയാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ യുവർ സീരീസ് ഇൻക്രീസസ് ആൻഡ് യുവർ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ യുവർ പാരലൽ ഡിക്രീസസ് ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ സ്മോളസ്റ്റ് ഗിവൺ വാല്യൂ അല്ലെ സ്മോളസ്റ്റ് ഗിവൺ റെസിസ്റ്റർ. ക്ലിയർ? ഇതാണ് ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ഓഫ് യുവർ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കൺസെപ്റ്റ്. വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്ററുകളെ കുറിച്ച് ഇപ്പോൾ DC സർക്യൂട്ടുകൾ വ്യക്തമായി വിചാരിക്കും. DC സർക്യൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ DC സർക്യൂട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് പാത്ത് എന്താണ്, എങ്ങനെയാണ് സീരീസിലേക്ക് DCയിലെയും സീരീസിലെയും റെസിസ്റ്ററിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാസീവ് സർക്യൂട്ട് പറഞ്ഞു, ആക്റ്റീവ് സർക്യൂട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ റെസിസ്റ്റൻസ് സീരീസ് എടുത്തു, പാരലൽ എടുത്തു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്, ഈ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയാനുള്ളൂ. വി വിൽ ബി സീയിങ് ഇൻ യുവർ next class. Okay then, thank you.